വിജയത്തിന് വോട്ടേഴ്സിന് നന്ദി പറഞ്ഞ പ്രിയങ്ക ഗാന്ധി എംപിയുടെ വയനാട് പര്യടനം പൂർത്തിയായി. വയനാട് ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയെ പ്രിയങ്ക ഗാന്ധി അപലപിച്ചു. ഇന്ത്യയുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി മാനന്തവാടി ഗാന്ധി പാർക്കിൽ എത്തിച്ചേരുകയാണ്. മാനന്തവാടിയിലായിരുന്നു ഇന്നത്തെ ആദ്യ സ്വീകരണം. വോട്ടർമാർക്കുള്ള നന്ദി പ്രകടനം ചുരുങ്ങിയ വാക്കുകളിൽ രേഖപ്പെടുത്തി പ്രിയങ്ക. First of all, I want to thank you from the deepest place in my heart for your love, for your support and for making me your member of parliament. ഉച്ചയ്ക്ക് സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും നടന്ന സ്വീകരണത്തിലും പ്രിയങ്ക പങ്കെടുത്തു. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടി തുടങ്ങിയ വിഷയങ്ങളും പ്രസംഗത്തിൽ നിറഞ്ഞു. ദുരന്തത്തിന് മുന്നിൽ രാഷ്ട്രീയം കാണരുതെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രിയങ്കയുടെ അഭ്യർത്ഥന. That until now the correct compensations, the correct relief and rehabilitation has not been given to the victims of that tragedy. I will be writing to the Chief Minister of Kerala and trying to put as much pressure as possible on the centre as well to provide the rehabilitation that they deserve. But I would like to urge both the Prime Minister and the Chief Minister to provide this rehabilitation regardless of politics. ഇന്നലെ നടന്ന ലാത്തി ചാർജിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. എന്നാൽ പൊതുയോഗങ്ങൾ വൈകിയതിനാൽ കൽപ്പറ്റയിലെ സ്വീകരണത്തിന് ശേഷം കരിപ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. ഇന്നലെ ചുരത്തിന് താഴെയുള്ള 4 നിയോജക മണ്ഡലങ്ങളിലും പ്രിയങ്ക പര്യടനം നടത്തിയിരുന്നു. 24 വയനാട്.